ഒന്നും നോക്കിയില്ല, കാശിയിലോട്ട്. ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു കാശി എന്നുള്ളത്. അങ്ങനെ കാശി. കോഴിക്കോട് നിന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷേ ടിക്കറ്റ് കോഴിക്കോട് നിന്ന് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് പോകാൻ പറ്റിയൊരു വേ എന്ന് ചോദിച്ചാൽ കന്യാകുമാരിയിൽ നിന്നൊരു ട്രെയിനുണ്ട്. ആഴ്ചയിൽ 2 ട്രെയിനാണ് കേരളത്തിൽ നിന്നുള്ളത്. ഒന്ന് എറണാകുളത്തുനിന്നും ഒന്ന് കന്യാകുമാരിയിൽ നിന്നും. പക്ഷെ ഞാൻ ചൂസ് ചെയ്തത് കന്യാകുമാരി. അതായത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടിരുന്നത്, കുറച്ച് സേഫ്റ്റി ആയിട്ടുള്ളതും ബെറ്റർ ആയിട്ടുള്ള ട്രെയിനും അതായിരുന്നു. അങ്ങനെ ആ ട്രെയിനിൽ കയറി 3 ദിവസത്തെ യാത്രയായിരുന്നു. 3 ദിവസത്തെ യാത്രത്തിനൊടുവിലാണ് കാശിയിലെത്തിയത്. പിന്നെ ട്രാവൽസിൻ്റെ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുക്കാനെന്ന് വെച്ചാൽ നമ്മൾ ട്രെയിൻ യാത്രയല്ല 3 ദിവസം അതിലിരുന്നിട്ട്. അതുകൊണ്ടാണ് അതൊന്നും കൂടുതലായിട്ട് ഇതിൽ ആഡ് ചെയ്യാതിരുന്നത്. ഇത് കാശി റെയിൽവേ സ്റ്റേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ടെമ്പിൾ കാണാൻ പറ്റും, കാശി ടെമ്പിൾ. അതിലേക്കുള്ള ലൈറ്റും കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ആ പുഴയുടെ തീരത്ത് ഇത് കാണാൻ പറ്റും, നല്ല വൃത്തിക്ക്. ഇത് നൈറ്റ് വ്യൂ ആയിരുന്നു. നൈറ്റായിരുന്നു അവിടെ എത്തിയത്. പിന്നെ ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റാണ്. അപ്പം നമ്മൾ റൂമൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. റൂമുണ്ട്, ഇല്ല എന്നുള്ളതല്ല. പിന്നെ റൂമിലേക്ക് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് വിശന്നിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞാൻ അവിടെ തന്നെ തൊട്ടടുത്തൊരു റൂം സെറ്റ് ചെയ്തു. ആ റൂമായിരുന്നു. അതിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ ആയിരുന്നു ഇത്. പകലെല്ലാം അവിടെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ രാവിലെ കാശിയിലോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട്. അതൊക്കെ കണ്ടു. രാവിലെ അവിടെ ഒത്തിരി ആളുകൾ ട്രാവൽസ് ചെയ്ത് വരുന്ന ഒത്തിരി യൂട്യൂബേഴ്സ് ആളുകളെല്ലാം അവിടെ തന്നെ ഉണ്ട്. പക്ഷെ മലയാളികൾ കുറവായിരുന്നു കേട്ടോ, ഞാൻ കണ്ടതിൽ വളരെ കുറവായിരുന്നു. ഇതെല്ലാം നമ്മുടെ ആരതി ഒഴിയുന്ന സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് പോകുന്നിടത്തുള്ള ബോട്ടുകളാണ്. ഇതിൽ എല്ലാ റേറ്റിലുള്ള ഇതുണ്ട്, ബോട്ടുകളും ഉണ്ട്. 1000-ന് പോകുന്നവർക്ക് 1000. നമ്മുടെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് എത്രയാണോ ആ റേറ്റിനുള്ളത് നമ്മൾ ഇതിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച 150 രൂപയ്ക്കോ 200 രൂപയ്ക്കോ നമുക്ക് അപ്പുറം എത്തിയാൽ മതിയല്ലോ. ഇതെല്ലാം ഇത് സഞ്ചരിക്കുന്ന ആൾക്കാർ. നമ്മൾ നൈറ്റിൽ കയറിയപ്പോൾ ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്, ആ രാത്രി ഉണ്ടായിരുന്ന വ്യൂ ഇതായിരുന്നു. ഇവിടുത്തെ കാഴ്ചയായിരുന്നു അത്. നൈറ്റിലാകുമ്പോൾ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് പകൽ വന്നത് ഇതിന് വീഡിയോസ് എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ലൈറ്റൊന്നും വന്നതായിരുന്നു. കണ്ടില്ലേ എത്ര ആൾക്കാരാണ്. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നിന്ന് നമുക്ക് ആരതി വഴിയുള്ള സാധനങ്ങളൊക്കെ തരും. പിന്നെ ഫുഡ് കഴിച്ചു, റൂമിൽ പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നു അവിടേക്ക് തന്നെ. കാരണം അവിടെ കുറേ പർച്ചേസും കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചാൽ പോയത്. പക്ഷേ ബനാറസ് പട്ടുകളൊക്കെ ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾക്കത്ര അഫോർഡബിൾ ആണോയെന്ന് ചോദിച്ചാൽ ആണ്. പക്ഷെ എന്നാലും നമുക്കത്ര രീതിയിൽ ഇഷ്ടപ്പെടില്ല അവിടുത്തെ ആ ഡ്രസ്സിൻ്റെ. കാരണം എല്ലാ സീക്വൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ തൂക്കിയിട്ടിരിക്കുന്ന ബാഗൊക്കെ അല്ലേ, ആ ബാഗിനെല്ലാം കുറഞ്ഞ റേറ്റായിരുന്നു. കുറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് റേറ്റ്. നമ്മളിവിടെ മീഷോയിലൊക്കെ ഓർഡർ ചെയ്ത് നമുക്ക് ഒത്തിരി പൈസ. അങ്ങനെ ഇത് കാശി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയാണ്. രണ്ടാമത് ഞാൻ പോകുമ്പോൾ ഇതൊക്കെ പുറത്തുനിന്ന് അവിടുത്തെ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ അത് കണ്ടില്ലേ. പക്ഷെ ഞാൻ ചെന്ന സമയത്ത് അവിടുത്തെ വെള്ളമെല്ലാം അങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കരുത്, മഴ പെയ്തിട്ടായിരുന്നു. പിന്നെ നൈറ്റ് വൈകുന്നേരമൊക്കെ ആയപ്പം ഒരു ബോട്ട് അഫോർഡബിൾ റേറ്റിലൊരു ബോട്ട് കിട്ടി. പിന്നെ ആ ബോട്ടിൽ കയറി. പിന്നെ ഫുൾ അവിടുത്തെ കാഴ്ചകളാണ്. അതായത് ഈ വെള്ളത്തിലൂടെ പോകുമ്പോൾ നമ്മൾ ബോട്ട് റൈസിന് പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ അത് നല്ല രസമായിരുന്നു കാണാൻ. പക്ഷെ ഒത്തിരി ഡിലേ ചെയ്തു. കാരണം ആളുകൾ വന്ന് കയറിയിട്ട് അവർക്കുള്ള ആളുകളായി കഴിഞ്ഞാൽ അവരത് പോവുള്ളൂ. അങ്ങനെ അതിൽ കയറി അതിലോട്ടുള്ള യാത്രയാണത്. കണ്ടില്ലേ നല്ല രസമാണ്. പക്ഷേ നമുക്കിവിടെ ആരതി ഉയരുന്ന സമയത്ത് ഒരു 6 മണി 6:30 ടൈമായിട്ട്. ആ ടൈം ആകുമ്പോഴേക്ക് ഇക്കരയിൽ നിന്ന് അക്കരയ്ക്ക് എത്താൻ ഓരോ ഹട്ടുകളായിട്ടാണ്. ആ ഹട്ടിലേക്ക് എത്തണം നമ്മൾ. അപ്പോൾ എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് വരുമ്പോൾ വേണമെങ്കിൽ കയ്യിൽ ചെറിയ 20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കത്തിച്ച് ഒഴിയാനുള്ള ഒരു ചെറിയൊരു പൂജ സെറ്റ് പോലത്തെ സാധനം തരും. കുറച്ച് പൂക്കൾ, തീപ്പെട്ടി, കത്തിക്കാനുള്ള തിരി കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. അത് നമ്മൾ ഈ ആരതി വരുന്ന സമയത്ത് ഒഴിയാണ്. നല്ല രസമായിരുന്നു യാത്ര. എന്തായാലും നിങ്ങൾക്ക് ഒറ്റയ്ക്കായിട്ടോ കൂട്ടായിട്ട്. പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോകുമ്പോൾ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. കാരണം റിട്ടേൺ ടിക്കറ്റും അങ്ങോട്ട് പോകുന്ന ടിക്കറ്റും ബുക്ക് ചെയ്യണം നേരത്തെ. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ നേരിട്ട് ട്രെയിനില്ലെങ്കിലും കണക്ഷൻ ട്രെയിനെങ്കിലും കിട്ടുമെന്ന് കരുതിയിട്ടായിരുന്നു ഞാൻ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു, ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഞാൻ. അപ്പോൾ നമുക്ക് യാത്ര സുഖമായിരുന്നു. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് പറയുന്നത് റിട്ടേൺ ടിക്കറ്റും ബുക്ക് ചെയ്യാം. കാരണം റിട്ടേൺ വരുന്ന സമയത്ത് ഒത്തിരി ട്രെയിനൊക്കെ മാറി കയറിയിട്ടാണ്. കാരണം UP നിന്ന് വരുന്ന ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും.
പിന്നെ നമ്മളിവിടുത്തെ ആൾക്കാരെ പോലെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് റിസർവ് ട്രെയിനെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവിടുത്തെ ആൾക്കാർ മാറിത്തരില്ല. അത്ര ബുദ്ധിമുട്ടാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത്. പിന്നെ ഞാൻ വിജയവാഡ ഇറങ്ങി. വിജയവാഡയിൽ നിന്ന് ഓരോരോ ട്രെയിന് നോക്കി നോക്കി മാറി മാറി ഒരു 3-4 ട്രെയിന് മാറി മാറി കയറിയിട്ടാണ് തിരിച്ച് നാട്ടിലോട്ട് എത്തിയിരിക്കുന്നത്. ഇത് അവിടുത്തെ വ്യൂ. ഇതിങ്ങനെ സമയം ഇങ്ങനെ സന്ധ്യാസമയത്തോട് അടുക്കും തോറും അവിടുത്തെ വിഷ്വലിന് ഒരു പ്രത്യേക ഭംഗിയാണ്. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങളവിടെ പോയിട്ട് കാണണം. കാരണം ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചിതകൾ എരിയും. ഇങ്ങനെ ഓരോ ശവങ്ങളും മരിച്ച ആളുടെ ബോഡി കൊണ്ടുവന്ന് ദഹിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അത് കാണുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പ്രശ്നമൊന്നുമല്ല, നമുക്ക് തോന്നും നമ്മൾ ഇത്രയേ ഉള്ളൂ, എന്തൊക്കെ ജീവിതത്തിലുണ്ടെന്ന് പറഞ്ഞാലും അവസാനം ഇതേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് തോന്നും. നിങ്ങളുടെ യാത്ര എപ്പോഴും എത്ര വലിയ ട്രാവലറാണെങ്കിലും ഒത്തിരി യാത്രകൾ പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഒരിക്കലെങ്കിലും നിങ്ങളുടെ ഒരു യാത്ര കാശിയിലോട്ട് മാറ്റിവെക്കണം കേട്ടോ. കാരണം അതവിടെ പോകണം. അവിടെ പോയാൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ലൈഫിൽ, മരിച്ച ആളുകൾ പാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്കതിൽ കാണാൻ പറ്റും. ഒരേ വേദിയിൽ ഒരേ സ്ഥലത്ത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും ഇനി ജീവിക്കാൻ പോകുന്നവരും എല്ലാം അവിടെ ഒരേ തട്ടിൽ ഒരേപോലെ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഹട്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. ഒത്തിരി യാത്രക്കാരുണ്ട് കേട്ടോ അതിൽ. പക്ഷെ അധികം നോർത്ത് ഇന്ത്യൻസാണ്. നമ്മളിവിടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട് ആളുകളുണ്ട് കേട്ടോ. ഞാൻ ട്രെയിനിൽ അങ്ങോട്ട് പോകുന്ന സമയത്ത്, അതായത് കാശിയിലോട്ട് പോകുന്ന സമയത്ത് ഒത്തിരി തമിഴ്നാട്ടിലെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മലയാളികൾ കുറവായിരുന്നു. പൊതുവേ കേരളക്കാർ കുറവാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വന്നിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, നമുക്കറിയില്ലല്ലോ. നമ്മൾ ഹട്ടിൽ എല്ലാ ഭാഗത്തും പോയി നോക്കുന്നില്ല. നമ്മളൊരു ഹട്ടിൽ നിന്ന് പിന്നെ ബോട്ടിലാണല്ലോ ഹട്ടിൽ കയറി പോകുന്നത്, അടുത്ത ഹട്ടിലോട്ട് പോകുന്നത്. അവിടുത്തെ ആ ദീപാരാധന കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ഹട്ടിൽ നിന്ന് ഹട്ടിലോട്ട് പോകുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ബോട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഓരോ ഹട്ടിൽ നിന്നും ഇങ്ങനെ നടന്ന് നമുക്ക് വേണമെങ്കിൽ അവിടേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഈ വെള്ളത്തിലൂടെ ഇതിലൂടെ പോകുമ്പോൾ, കായലിലൂടെ പോകുമ്പോൾ, അല്ലെങ്കിൽ പുഴയിലൂടെ നമുക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൈസ കൊടുത്ത് ഇതിൽ കയറിയത്. അല്ലാതെ ആ കാണുന്ന ഹട്ട് ഇങ്ങനെ നേരെ നമ്മളിങ്ങനെ ഹട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നത്. അത് നമുക്ക് നമ്മൾ നിൽക്കുന്ന ഏത് ഹട്ടിലാണോ ആ ഹട്ടിൽ നിന്ന് ഇങ്ങനെ നേരെ നടന്നാൽ നമുക്ക് മറ്റേ ഹട്ടിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് കയറിപ്പോൾ. പക്ഷെ നല്ല തിരക്കായിരിക്കും കേട്ടോ. കാരണം ഒത്തിരി ആൾക്കാരുണ്ടാവും. കുറച്ചുകൂടി ഇങ്ങനെ നൈറ്റായി വരുന്തോറും വൈകി ആയിട്ട് വരുന്നവർ നിങ്ങൾക്കതിൽ കാണാൻ പറ്റും. നിറയെ ബോട്ടുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരിക്കും അവിടെ. നിറയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിറയെ ബോട്ടുകളായിരിക്കും. അത്ര ജനങ്ങളുണ്ട് അവിടെ. അപ്പം എത്രയും ജനങ്ങൾ ഇവിടെ ശരി, ഓക്കെ, ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ ആളുകൾ വരുന്നവരുണ്ട്, സ്പിരിച്വലായിട്ട് വരുന്നവരുണ്ട്. പക്ഷെ നമ്മളൊക്കെ സംബന്ധിച്ചുള്ളത് ഒരു സ്പിരിച്വൽ കൂടിയാണല്ലോ നമ്മളെ കണക്ട് ചെയ്യുന്നത്. മഹാദേവൻ്റെ മണ്ണിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് കാണാൻ പറ്റുമല്ലോ, പോകാൻ പറ്റുമെന്നൊക്കെ കണ്ടോ. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ, അല്ലാതെ വേറെ ഒന്നുമല്ല, ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി പേര് വരുന്നത്. ഇതാണ് അവിടുത്തെ ശരിക്കുള്ളൊരു കാഴ്ച. നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്തല്ല, നമുക്ക് വീഡിയോസ് കാണുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ കാണുമ്പോഴോ നമുക്ക് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഹാപ്പി ആയിരിക്കും നമ്മളത് ഡയറക്റ്റ് കാണുന്ന ഒരു സമയം. ആ സമയത്ത് നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമാണ്. ഏതെങ്കിലും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നുണ്ടെങ്കിൽ കാശിയിലോട്ട് പോകണം എന്നുള്ളൊരാഗ്രഹം. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് പോയതാണ്. പിന്നെ ലാംഗ്വേജ് ജസ്റ്റ് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും ഓട്ടോയിൽ കയറേണ്ട ആവശ്യം വരും. കാരണം നമുക്കത്ര പരിചയമില്ലാത്തൊരു സ്ഥലമല്ല. അപ്പോൾ നമുക്ക് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഹിന്ദി നോർമലി ഹിന്ദി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അത് കുറച്ചുകൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും, നിങ്ങളുടെ യാത്രയ്ക്ക് സഹായിക്കും. ഇതാണ് കണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി ബോട്ടുകൾ നിറയെ. ഇനി നിങ്ങൾ കാണും, എന്നിട്ട് പറയും. അങ്ങനെ യാത്ര ഇതെല്ലാം കണ്ട് തിരിച്ച് റൂമിലോട്ട് പോയി. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. പിന്നെ ഞാൻ തിരിച്ച് പിറ്റേ ദിവസം ട്രെയിനിൽ തന്നെ പോരാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ പോയി ബാഗെല്ലാം പാക്ക് ചെയ്തു. റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അത് ഒത്തിരി ഡിലേ ആയിരുന്നു. ടിക്കറ്റ് എടുത്തു. പിന്നെ നാട്ടിലോട്ട് പോകാൻ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.